പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പ്രതികാരം ലക്ഷ്യമിടുകയാണ് ഇറാൻ. പ്രതികാരം ലക്ഷ്യം വെക്കുന്ന ലോക നേതാക്കളുടെ പേര് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിയൻ ദിനപത്രമായ ഹഷംറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അടുത്തിടെ രാജ്യസന്നദ്ധത അറിയിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസ് എന്നിവരുൾപ്പെടെ 13 നേതാക്കളുടെ പേരുകളാണ് പത്രം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇറാനു നേരെ നടന്ന ആക്രമണങ്ങളിൽ അപലപിക്കാത്തതിലുള്ള അമർഷമാണ് യൂറോപ്യൻ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്താനുള്ള കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഖമനേയിയുടെ വധത്തിന് പിന്നിലുള്ളവരോട് പ്രതികാരം ചെയ്യുമെന്ന് മകനും ഇറാന്റെ പരമോന്നത നേതാവുമായ മൊസ്തഫ ഖമനേയി പ്രതിജ്ഞ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ടെലിഗ്രാം അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട രേഖാമൂലമുള്ള സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ പ്രസ്താവനയ്ക്കൊപ്പമാണ് ഇപ്പോൾ പത്രം ഈ പട്ടികയും നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് US ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട പിതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് മൊസ്തഫ ഈ സന്ദേശം പുറപ്പെടുവിച്ചത്. ആക്രമണം നടന്ന് മാസങ്ങൾക്ക് ശേഷമായിരുന്നു ശവസംസ്കാരം. രക്തസാക്ഷിയായ നമ്മുടെ നേതാവിന്റെയും 2 യുദ്ധങ്ങളിലും രക്തസാക്ഷികളായ മറ്റുള്ളവരുടെയും രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു എന്നായിരുന്നു മൊസ്തഫ തന്റെ സന്ദേശത്തിൽ കൂടി അറിയിച്ചത്. ഈ പ്രതികാരം നമ്മുടെ രാജ്യത്തിന്റെ ആഗ്രഹമാണ്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും മൊസ്തഫ പറഞ്ഞതായി സർക്കാർ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയായ ഫാസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമിയായി പരമോന്നത നേതാവായി ചുമതലയേറ്റ മൊസ്തഫ പിതാവിന്റെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് ശേഷം ഇതുവരെയും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതേസമയം ആയത്തുള്ള അലി ഖമനേയിയുടെ സ്മരണാഞ്ജലി ചടങ്ങിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മൊജ്തബ ഖമനേയി പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജൂലൈ 23-ന് വൈകിട്ട് 5 മുതൽ 7 മണിവരെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്നേ ദിവസം മൊജ്തബ നേരിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടേക്കാമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടുമില്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണത്തെ ഭയന്നാണ് മൊജ്തബ ഒളിവിലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അലി ഖമനേയിയുടെയും കുടുംബാംഗങ്ങളുടെയും ശവസംസ്കാര ചടങ്ങിൽ മൊജ്തബയുടെ അഭാവം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അലി ഖമനേയിയുടെ മറ്റു 3 പുത്രന്മാരായ മുസ്തഫ, മെയ്സം, മസൂദ് എന്നിവരാണ് ശവസംസ്കാര പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത്. അലി ഖമനേയി കൊല്ലപ്പെട്ട ഇസ്രയേൽ US സംയുക്ത ആക്രമണത്തിൽ മൊസ്തഫയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്ന് റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ജൂൺ 17-ലെ വെടിനിർത്തൽ കരാർ പരാജയപ്പെട്ടതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. ഇതിനിടെയാണ് പ്രതികാരം ചെയ്യുമെന്ന പ്രഖ്യാപനം പുറത്തുവരുന്നത്. എന്നാൽ തനിക്കെതിരായ ഏതൊരു വധശ്രമത്തിനും കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും പ്രത്യാക്രമണങ്ങളും മേഖലയിൽ പുതിയ ആശങ്കകൾക്ക് കാരണമായിട്ടുമുണ്ട്. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന സ്മരണാഞ്ജലി ചടങ്ങ് പുതിയ നേതാവിന്റെ ആദ്യ പൊതുപ്രവേശനമാകുമോ എന്നാണ് ഇപ്പോൾ ലോകം പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.